സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആരടുത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടി സ്വർഗത്തിൽ പോകണോ, ഇത് സ്വർഗം വേണോ നരകം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുക സ്വർഗം മതി എന്നാ. നരകം ആർക്കും വേണ്ട, അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമാണ് നരകം, സ്വർഗമാണ് നല്ലത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരിക്കൽ ഈശ്വരൻ ഭഗവാൻ നരകം സന്ദർശിക്കാനായിട്ട് എത്തി. അപ്പോൾ അവിടെയുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ, യാതനകൾ, നരകയാതന എന്ന് തന്നെയാണല്ലോ പറയുക, അങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭഗവാനെ കണ്ടപ്പോൾ അവരവരുടെ പരാതികളുടെ കെട്ട് ഇങ്ങനെ അഴിച്ചു തുടങ്ങി. എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച ഭഗവാനെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പുറത്ത് നോക്കും ആ സ്വർഗത്തിലുള്ളവര്, അവർക്ക് എന്ത് എന്തൊക്കെ സുഖ സൗകര്യങ്ങളാ. ഭഗവാൻ എന്തെങ്കിലും പക്ഷപാതം ഉണ്ടോ? അതാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിരിക്കണത്? ഒരു കാര്യം ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ എന്താന്നുള്ള ഇതിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, കുറച്ചു കാലം ആ സ്വർഗത്തിലുള്ളവരെ ഈ നരകത്തിലൊന്ന് കൊണ്ടുവന്ന് ഇടുമോ, എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്ക് ആക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ശരി, അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ നരകത്തിലുള്ള എല്ലാവരെയും എടുത്തുകൊണ്ട് പോയിട്ട് സ്വർഗത്തിൽ കൊണ്ടാക്കി, സ്വർഗത്തിലുള്ള എല്ലാവരെയും നരകത്തിലും കൊണ്ടുചെന്ന് ആക്കി. എന്നിട്ട് ഭഗവാൻ പോയി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഭഗവാൻ പിന്നെയും നരകം സന്ദർശിക്കാനായിട്ട് എത്തി. അവിടെ എത്തിയപ്പോൾ ഭഗവാൻ ശരിക്കും അതിശയിച്ചു പോയിരുന്നു. കാരണം പണ്ട് കണ്ട നരകമേ അല്ല, നിറയെ മരങ്ങൾ, ചെടികൾ, നിറയെ പൂക്കൾ, പുഴകൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം. അതായത് പണ്ട് കണ്ട നരകമൊന്നുമല്ലാതെ ഇപ്പോൾ അതിനെ നരകം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, സ്വർഗം എന്ന് തന്നെ, ഒരു സ്വർഗമായി തന്നെ അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് നേരെ പോയത് എവിടേക്കാണ്? നമ്മുടെ പഴയ സ്വർഗം ഉണ്ടല്ലോ, നരകത്തിലുള്ള എല്ലാവരെയും കൊണ്ടുചെന്ന് ആക്കിയിട്ടുള്ള സ്ഥലം, അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അപ്പോഴും ഭഗവാൻ ഒന്ന് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആ സ്വർഗത്തിലുണ്ടായിരുന്ന ഒന്നും തന്നെ അവിടെ കാണാനില്ല. ഒരൊറ്റ മരങ്ങളില്ല, ചെടികളില്ല, ഒരു പൂവ് പോലും അവിടെ വിരിഞ്ഞു നിൽക്കുന്നില്ല. ഈ നദികളൊക്കെ പുഴകളൊക്കെ ഒഴുകുന്നത് ദുർഗന്ധം വമിച്ചുകൊണ്ടാണ് അവിടെ ഒഴുകുന്നത്. ആകെ ഒരു വരണ്ട ഒരു കാലാവസ്ഥ. അവിടെ ഉള്ളവരാണെങ്കിലോ പരസ്പരം വഴക്കടിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും ഒക്കെ നടക്കണം. അതിനിപ്പോൾ സ്വർഗം എന്ന് വിളിക്കാനേ പറ്റില്ല, നരകം എന്നുള്ള പേരാണ് ഇപ്പോൾ ആ ഒരു പഴയ സ്വർഗത്തിന് ചേരുക. അങ്ങനെയുള്ള കാഴ്ചയാണ് ഭഗവാൻ അവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ അടുത്ത് ഇതിലൂടെ എന്താണ് ഭഗവാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മുടെ സ്വർഗവും നരകവും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് ചുറ്റിനുള്ളവരും അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥ അത് നമുക്ക് സ്വർഗമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുകയാണെങ്കിലോ നമുക്കൊപ്പമുള്ളവരും തെറ്റുകളാണ് ചെയ്യുക, അതൊരു നരകമായിട്ടായിരിക്കും മാറുക.